എൻ്റെ നേട്ടപ്പട്ടികയ്ക്ക് നന്ദി. ലെറ്റ്യൂഡിൻ്റെ ഡെയിലി പ്രാക്ടീസിൽ അമ്മമാരും കുട്ടികളും സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് നേട്ടപ്പട്ടിക. ഇന്ന് നമുക്ക് വളരെ ലളിതമായെങ്കിലും ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രാക്ടീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ നേട്ടപ്പട്ടിക. സാധാരണയായി നമ്മൾ നേട്ടമെന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ ജോലി കിട്ടുക, വീട് പണിയുക, പഠനത്തിൽ 1ാം റാങ്ക് കിട്ടുക, ധാരാളം പണം സമ്പാദിക്കുക, ആളുകൾ പ്രശംസിക്കുന്ന എന്തെങ്കിലും അവാർഡുകൾ നേടുക. പക്ഷേ ലെറ്റ്യൂഡ് നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സത്യമാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലും നടക്കുന്നതെല്ലാം തന്നെ നേട്ടമായി കാണാൻ പഠിക്കൂ എന്നാണ് ലെറ്റ്യൂഡ് പറയുന്നത്. കാരണം ഒരു ദിവസം നമുക്ക് വലിയൊരു വിജയം ലഭിക്കുമ്പോൾ മാത്രം ജീവിതം അർത്ഥവത്താകുന്നില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റത് വലിയൊരു നേട്ടമാണ്. ഒരു വിഷമമുള്ള ദിവസം തകരാതെ കടന്നുപോയതൊരു നേട്ടമാണ്. കുഞ്ഞ് ഇന്ന് ഒരു പ്രാവശ്യം ചിരിച്ചെങ്കിൽ അതും ഒരു നേട്ടമാണ്. അത് കണ്ട് ചിരിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ അതും നമ്മുടെ വലിയ നേട്ടമാണ്. നമ്മൾ ഇന്നലെയേക്കാൾ ഇന്ന് അല്പം ശാന്തമായി പ്രതികരിച്ചുവെങ്കിൽ അതും ഒരു നേട്ടമാണ്. ഇന്ന് വീട്ടിലൊരു തർക്കം ഒഴിവായെങ്കിൽ അതും നേട്ടമാണ്. ഇന്ന് കണ്ണീർ വരാതെ സ്വയം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു നേട്ടമാണ്. ഇന്നുള്ളിൽ വേദനയുണ്ടെങ്കിലും മറ്റൊരാളോട് സ്നേഹത്തോടെ സംസാരിച്ചത് നേട്ടമാണ്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും, ഓരോ അനുഭവങ്ങളും, ഓരോ പഠനങ്ങളും, ഓരോ മാറ്റവും, ഓരോ തിരിച്ചറിവുകളും, ഓരോ ഹീലിങ്ങും ഓരോ നേട്ടമാണ്. നമ്മൾ പലപ്പോഴും വലിയ വിജയങ്ങളിലേക്കാണ് കണ്ണുവെക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ കാണാതെ പോകാറുണ്ടില്ലേ? നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ നേട്ടം എന്തായിരുന്നു? കമന്റ് ബോക്സിലോട്ടൊന്ന് രേഖപ്പെടുത്തൂ. ഒരമ്മയ്ക്ക് കുഞ്ഞിന്ന് കോപിക്കാതെ ഒരു പ്രാവശ്യം അമ്മ പറയുന്നത് കേട്ടാൽ അത് നേട്ടമാണ്. ഒരു കുട്ടിക്ക് ഇന്ന് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ശ്രമിക്കുമെന്ന് തോന്നിയാൽ, അതും ഉള്ളിൽ നിന്ന് തോന്നിയാൽ, അത് ഏറ്റവും വലിയ നേട്ടമാണ്. ഒരച്ഛന് ഇന്ന് വീട്ടിലെത്തി കുട്ടിയോട് 5 മിനിറ്റ് മനസ്സമാധാനത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ അതും നേട്ടമാണ്. ഒരു കുടുംബത്തിൽ ഒറ്റ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ നേട്ടമാണ്. ആ സമയത്ത് മൊബൈൽ മാറ്റിവെച്ച് എല്ലാവരും കൂടി സ്നേഹത്തോടെ ഇരുന്ന് പരസ്പരം വിളമ്പിക്കൊടുത്ത് ആ സന്തോഷം പങ്കുവെച്ചാൽ അതിനോളം വലിയൊരു നേട്ടം ഒരു കുടുംബത്തെ സംബന്ധിച്ച് വേറൊന്നുമില്ല. ജീവിതം വലിയ വിജയങ്ങളാൽ മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ചെറിയ ചെറിയ നല്ല നിമിഷങ്ങൾ ചേർന്നാണ് വലിയൊരു സന്തോഷ ജീവിതം രൂപപ്പെടുന്നത്. ഇതൊന്നും നമുക്ക് ആരും ശരിയായി പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരും ദിവസാവസാനം കണക്ക് കൂട്ടുന്നത് നഷ്ടങ്ങൾ മാത്രമായിരിക്കും. ഇന്നെന്ത് നഷ്ടപ്പെട്ടു? ഇന്ന് എന്നെ ആരൊക്കെ വേദനിപ്പിച്ചു? എവിടെയാണ് മറ്റുള്ളവർക്ക് തെറ്റുപറ്റിയത്? എന്താണ് എനിക്ക് കിട്ടാതെ പോയ ഭാഗ്യം? ഇങ്ങനെയല്ലേ ഇത്രയും നാൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്? കമന്റ് ബോക്സിലോട്ട് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അതെനിക്ക് കൂടുതൽ വിഷയങ്ങൾ നിങ്ങളിലെത്തിക്കാൻ സഹായകരമാകും. പക്ഷേ ലെറ്റ്യൂഡ് നമ്മളെ മറ്റൊരു ജീവിത രീതിയിലേക്കാണ് പരിശീലിപ്പിക്കുന്നത്. ഇന്ന് എനിക്ക് എന്തെല്ലാം ലഭിച്ചു? ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞ സൗഭാഗ്യങ്ങൾ ഏതാണ്? ഇത് ഭാഗ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അതിൽ നിന്നൊരു പാഠം പഠിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തൊക്കെയാണ് എൻ്റെ നേട്ടങ്ങൾ? ഈ ഒരു ചോദ്യമാണ് മനസ്സിൻ്റെ ദിശ മാറ്റുന്നത്. നിങ്ങൾ ദിവസവും നിങ്ങളുടെ നേട്ടപ്പട്ടിക എഴുതി തുടങ്ങിയാൽ കുറച്ചു കാലത്തിനുള്ളിൽ നിങ്ങൾക്കൊരത്ഭുതം മനസ്സിലാകും. മാറുന്നത് കണ്ണാണ്, നമ്മുടെ കണ്ണ്. അതായത് നമ്മൾ കാണുന്ന രീതി. മുമ്പ് പ്രശ്നം മാത്രം കണ്ടിരുന്ന മനസ്സ് ഇപ്പോൾ അനുഗ്രഹവും കാണാൻ തുടങ്ങും. അടുത്തതായി മാറുന്നത് ചിന്തയാണ്. എൻ്റെ ജീവിതത്തിൽ ഒന്നും ശരിയായില്ല എന്ന തോന്നൽ മാറി. ഞാൻ ദിവസവും എന്തെങ്കിലും നല്ലത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ തിരിച്ചറിവ് വരും. അടുത്തതായി മാറുന്നത് വികാരമാണ്. അഭാവബോധം കുറയും. അതായത് എനിക്ക് കുറവുണ്ട് എന്നുള്ള ബോധം കുട്ടിക്കാലം മുതൽ രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് മാറിക്കിട്ടും. അകത്തെ നിരാശ കുറയും. സ്വയം കുറ്റപ്പെടുത്തൽ കുറയും. മറ്റുള്ളവരോട് വിരക്തിയുണ്ടെങ്കിൽ അതും മാറും. മനസ്സിൽ ഒരു സൗമ്യത വന്നു തുടങ്ങും. അടുത്തതായി മാറുന്നത് വീട്ടിലെ അന്തരീക്ഷമാണ്. കാരണം വീട്ടിലെ മുതിർന്നവർ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ദിവസത്തെ കാണുന്നു എന്നതിൻ്റെ സ്വാധീനം കുട്ടികളിൽ നേരിട്ടുണ്ടാവുക തന്നെ ചെയ്യും. ഒരമ്മ ദിവസം
ഏറ്റവും അവസാനമായി പറയുന്ന വാക്ക് എന്താണോ അതായിരിക്കും ആ വീടിൻ്റെ വൈബ്രേഷൻ. ഇന്നൊന്നും ശരിയായില്ല എന്നാണെങ്കിൽ ആ വൈബ്രേഷൻ വീട്ടിലുണ്ടാവും. പക്ഷേ അതേ അമ്മ ഇന്ന് ചെറിയ ചെറിയ ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവർ തന്ന സന്തോഷം ഒന്ന് പങ്കുവെച്ച് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതം മാറും, ഒപ്പം കുട്ടികളുടെയും. നന്ദി പറയുക എന്നത് ചെറിയ കാര്യമല്ല. വീട്ടിലെ എനർജി മാറ്റുവാനുള്ള മാന്ത്രിക വടിയാണെന്ന് ഞാൻ പറയും. ഇന്ന് എൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ഉണ്ടായി, നന്ദി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ എനർജി തന്നെ മാറും. കുട്ടികൾ കേൾക്കുന്നതിലും കൂടുതൽ അനുഭവിക്കുന്നു. അവർ വാക്കുകൾക്കപ്പുറത്ത് വീട്ടിലെ വികാരം അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നേട്ടപ്പട്ടിക എഴുതുന്ന ഒരമ്മ, നേട്ടപ്പട്ടികയ്ക്ക് നന്ദി പറയുന്ന ഒരച്ഛൻ, ദിവസത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളെയും കാണാൻ പരിശീലിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അടിത്തറയായിരിക്കും. അവിടെ വളരുന്ന കുട്ടികൾ ക്രമേണ എന്താണ് പഠിക്കുന്നത്? ജീവിതം ഭീഷണിയല്ല, പ്രശ്നങ്ങൾ നിറഞ്ഞതല്ല, ജീവിതത്തിൽ നന്മകളുണ്ട്. ഞാൻ കുറവുകളാൽ മാത്രം നിർവചിക്കപ്പെട്ടവനല്ല. എല്ലാ പുരോഗതികളും എനിക്കും അർഹതപ്പെട്ടതാണ്. ചെറിയ പുരോഗതികളും വിലപ്പെട്ടതാണ്. ഞാൻ നേടിയതും ശ്രദ്ധിക്കപ്പെടാം. ഇത് കുട്ടികളിൽ സെൽഫ് വർത്ത് വളർത്തും, ക്ഷമ വളർത്തും, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് വളർത്തും, ഇമോഷണൽ സ്റ്റെബിലിറ്റി വളർത്തും. ഇത് മുതിർന്നവർക്ക് എന്ത് ഗുണം ചെയ്യും? ഒന്നാമത്, താരതമ്യം കുറയും. മറ്റൊരാൾ എത്ര നേടി എന്നതിനേക്കാൾ ഞാൻ ഇന്ന് അനുഭവിച്ച അനുഗ്രഹം എന്താണെന്നതിലേക്ക് മനസ്സ് തിരിയും. രണ്ടാമത്, സമ്മർദ്ദം കുറയും. കാരണം ജീവിതം ഒരു ഓൺഗോയിങ് ഫെയിലിയർ അല്ലെന്ന് മനസ്സ് തിരിച്ചറിയും. കുറ്റബോധം കുറയും. ഞാനൊന്നും ചെയ്തില്ല എന്ന തോന്നലിന് പകരം ഇന്ന് ഞാൻ ജീവിച്ചു, പഠിച്ചു, ശ്രമിച്ചു, അതും ഒരു നേട്ടമാണ്. ഇന്ന് നേട്ടപ്പട്ടിക എഴുതാൻ സാധിച്ചതിന് നന്ദി. എഴുതി നോക്കൂ. അതിനായി ഒരു ബുക്ക് തയ്യാറാക്കി വെക്കൂ. ഒരു ഡയറി എടുത്താലും മതി. സ്വയം ഒരു കരുണയുണ്ടാവും. നാലാമത്, ബന്ധങ്ങൾ മെച്ചപ്പെടും. നന്ദി പറയുന്ന മനസ്സ് കുറ്റം പറയുന്ന മനസ്സിനേക്കാൾ ഏറെ ആരോഗ്യകരമാണ്. ഒരു കുടുംബത്തിൽ എല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ മാത്രം ആഘോഷിച്ചാൽ ചെറുതായി ശ്രമിക്കുന്നവർക്ക് വില കിട്ടാതെ പോകും. പക്ഷേ ചെറിയ പുരോഗതികളും ശ്രദ്ധിക്കുമ്പോൾ കുട്ടികൾ ശ്രമിക്കാൻ താല്പര്യം കാണിക്കും. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അപ്രീസിയേഷൻ വർദ്ധിക്കും. മുതിർന്നവർക്ക് ജീവിതം വെറും ബാധ്യതകളല്ലെന്ന് തോന്നും. ഇന്ന് രാത്രി ചെയ്യാനുള്ള പ്രാക്ടീസ് എന്താണെന്ന് നോക്കണ്ടേ? നേട്ടപ്പട്ടിക എടുത്തോളൂ, ഒരു നോട്ട്ബുക്ക് എടുത്തോളൂ, പേനയും എടുക്കൂ. എന്നിട്ട് നിങ്ങൾക്കിന്ന് രാവിലെ മുതൽ കിട്ടിയ ഓരോ നേട്ടങ്ങളും എന്തു ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വന്ന ഓരോ അനുഭവങ്ങളും എഴുതി നന്ദി എഴുതുക. അത് നല്ല അനുഭവങ്ങളുമാവാം, മോശം അനുഭവങ്ങളുമാവാം. മോശം അനുഭവത്തിന് നന്ദി എഴുതാനുള്ള മൈൻഡ് സെറ്റാണ് യഥാർത്ഥ വിജയിക്കാനുള്ള മൈൻഡ് സെറ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇമോഷണലായി കണക്റ്റ് ചെയ്യുന്ന ഒരു നേട്ടം തിരഞ്ഞെടുക്കണം ഇതിൽ നിന്ന്. അതൊരു വലിയ കാര്യം ആകണമെന്നില്ല. ഒരു ചിരിയാകാം, ഒരു മനസ്സിലാക്കലാവാം, ഒരു ഫോൺ കോൾ ആവാം, ഒരു സമാധാന നിമിഷമാവാം, പ്രശ്നത്തിൽ തകരാതെ കൈകാര്യം ചെയ്ത ഒരു കാര്യവുമാവാം, കുഞ്ഞ് പറഞ്ഞ ഒരു വാക്കാവാം. ഇന്ന് നിങ്ങൾ കരഞ്ഞു എന്നത് പോലും നിങ്ങൾക്ക് നേട്ടപ്പട്ടികയിൽ എഴുതാം. കാരണം ഒരു ഇമോഷൻ ഉണ്ടായാൽ കരയാതെ ഇരിക്കുന്നതിനപ്പുറം കരഞ്ഞ് ആ വികാരങ്ങളെ ഇറക്കി വിടുന്നതും നല്ലതാണ്. ഇന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ എടുത്ത ശ്രമമാവാം. ആ നേട്ടത്തെ മുന്നിൽ കൊണ്ടുവന്ന് ശാന്തമായി പറയൂ, എൻ്റെ ഈ നേട്ടത്തിന് നന്ദി. മാത്രമല്ല, ആ നേട്ടം നേടാനിടയാക്കിയ ഓരോ വ്യക്തികൾക്കും നന്ദി പറയൂ. നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ നേട്ടവും ഒരാൾ മാത്രം ഉണ്ടാക്കിയതല്ല. ഒരമ്മയ്ക്ക് നന്ദി പറയാം, നിങ്ങളുടെ അമ്മയ്ക്ക് നന്ദി പറയാം, കുഞ്ഞിന് നന്ദി പറയാം, ഗുരുവിന് നന്ദി പറയാം, സുഹൃത്തിന് നന്ദി പറയാം, സഹപ്രവർത്തകന് നന്ദി പറയാം. മാത്രമല്ല, നമ്മളോടൊപ്പമുള്ള നമ്മുടെ പങ്കാളിക്ക് 1000 നന്ദി. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നത് ആ വ്യക്തിയല്ലേ. ഒരിക്കൽ നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് പോലും നന്ദി തോന്നാം. കാരണം ആ അനുഭവം നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചു. അതിനൊപ്പം സാഹചര്യങ്ങൾക്ക് നന്ദി പറയണം. ചില സാഹചര്യങ്ങൾ നമുക്ക് ഇഷ്ടമായിരുന്നിരിക്കില്ല.
പക്ഷെ അവയൊക്കെയാണ് നമ്മളെ വളർത്തിയത്, ഇവിടെ വരെ എത്തിച്ചത്. ചില പ്രയാസങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ശക്തി എനിക്ക് ഉണ്ടാവുകയില്ലായിരുന്നുവെന്ന് ചിന്തിക്കാറില്ലേ? ചില കാത്തിരിപ്പുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ക്ഷമ എന്താണെന്ന് നിങ്ങൾ അറിയുമോ? ചില നഷ്ടങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ വില അറിയാൻ സാധിക്കുമായിരുന്നില്ല. ചില കണ്ണീരില്ലായിരുന്നുവെങ്കിൽ ഹൃദയം ഇങ്ങനെ ആഴത്തിൽ തുറന്നിരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നന്ദി പറയൂ. എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിനും നന്ദി. ഞാൻ നേടിയ ചെറിയ ചെറിയ നേട്ടങ്ങൾക്കും നന്ദി. എൻ്റെ ഓരോ കാഴ്ചകൾക്കും നന്ദി. അവ നേടാൻ കാരണമായ ആളുകൾക്ക് നന്ദി. ആവശ്യമായ സാഹചര്യങ്ങൾക്ക് നന്ദി. ഈ നന്ദി പറയുന്ന നിമിഷം ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് അല്ല, മൈൻഡ് ട്രെയിനിങ് ആണ്, ഇമോഷണൽ ഹീലിംഗ് ആണ്. ഫാമിലി അറ്റ്മോസ്ഫിയറിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. കുട്ടികളുടെ ഇമോഷൻ വളരെ പ്രധാനമാണ്. അവർക്ക് ഒരു നല്ല അടിത്തറയുള്ള ജീവിതത്തിന് നിങ്ങൾ അടിക്കല്ലിടുകയാണ്. ഒരു കുടുംബത്തിൽ നന്ദി വളരുമ്പോൾ അവിടെ പരാതി കുറയും, പരസ്പരം അംഗീകരിക്കാൻ തുടങ്ങും, അവിടെ സ്നേഹം മടങ്ങി വരും. ഓരോരുത്തരും എന്നെ കാണുന്നുണ്ട് എന്ന സുരക്ഷ അനുഭവിക്കാൻ തുടങ്ങും. ഇന്നു മുതൽ നമ്മൾ വലിയ നേട്ടങ്ങൾ വരുമ്പോൾ മാത്രം സന്തോഷിക്കുന്നവരാവരുത്. ചെറിയ ചെറിയ നിമിഷങ്ങളിൽ ജീവിതം കാണുന്നവരാവാം. ചെറിയ പുരോഗതികൾക്കും ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാം. ജീവിതത്തെ വെറും സർവൈവൽ മോഡിലല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. കാരണം നേട്ടമെന്നത് മെഡൽ കിട്ടുന്നതല്ല, ട്രോഫി കിട്ടുന്നതല്ല, ജീവിച്ച നിമിഷങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവാണ്. നേട്ടമെന്നത് കയ്യടിയല്ല, ഇന്നത്തെ ദിവസത്തിൽ നിന്ന് പഠിച്ച ഒരു സത്യമാണ്. നേട്ടമെന്നത് റിസൾട്ടല്ല, വഴിയിൽ തകരാതെ നിന്ന ചെറിയ നിലപാടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ പോകും മുമ്പ് നമ്മുടെ നേട്ടപ്പട്ടികയിൽ നമുക്കിതെല്ലാം എഴുതണം. നന്ദി എഴുതണം. എല്ലാവർക്കും നന്ദി. എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെറിയതല്ല. ഓരോ അനുഭവവും എന്നെ വളർത്തുന്നു. ഓരോ നിമിഷവും എൻ്റെ നേട്ടമാണ്. എൻ്റെ നേട്ടപ്പട്ടികയ്ക്ക് നന്ദി. സ്നേഹത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ സുധ ടീച്ചർ. പ്രാക്ടീസ് ചെയ്യുമല്ലോ അല്ലേ? നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നന്ദി, നന്ദി.